പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നവകേരളത്തെ സൃഷ്ടിക്കാനായി പരശുരാമന് ശേഷം വീണ്ടും കേരളത്തെ സൃഷ്ടിക്കുന്ന ജോലി ഏറ്റെടുത്തത് തീർച്ചയായും പിണറായി വിജയനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ അദ്ദേഹം നവകേരള സൃഷ്ടിക്കായിട്ട് കാസർഗോട്ട് നിന്ന് പുറപ്പെട്ട സമയം മുതൽ ഏതാണ്ട് തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരായിരുന്ന ചില പോലീസുകാർ അവർ നടത്തിയ പ്രവർത്തനങ്ങൾ കേരള ചരിത്രത്തിൽ തന്നെ വീരേതിഹാസമായിട്ട് മാറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ മഹത്തായ പ്രവർത്തനങ്ങൾ, അത് അവരുടെ മുഖ്യമന്ത്രിയോടുള്ള ആ ആ ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ്, അത്തരം ജോലിയിലുള്ള വലിയ ഉത്സാഹം, ഇതെല്ലാം കേരളം കണ്ട് കോൾമേർ കൊണ്ടതാണ്. പക്ഷെ അവർ നടത്തിയ പ്രവർത്തനങ്ങളിൽ ചിലത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതല്ല എന്ന് അന്ന് തന്നെ ചില ഉദ്യോഗസ്ഥന്മാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ടവരാണ്. മുഖ്യമന്ത്രിയുടെ ദേഹമാണ് അവരുടെ സംരക്ഷണ വലയത്തിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദേഹത്തിന് പുറമെ അദ്ദേഹം സഞ്ചരിച്ച വാഹനവും അദ്ദേഹം സഞ്ചരിച്ച വാഹനം യാത്ര ചെയ്ത റോഡ് പോലും അവരുടെ അംഗരക്ഷകരുടെ നിയന്ത്രണത്തിലായി എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടിയത്. അത് നിയമവിരുദ്ധമാണ് എന്നും ചിലർ പറഞ്ഞു. പ്രത്യേകിച്ചും വഴിയെ പോണവരുടെ തലമണ്ടയ്ക്ക് മഫ്റ്റിയിലിരിക്കുന്ന പോലീസുകാരുമാരും അടിക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അന്ന് ചില പോലീസുകാർ ചൂണ്ടിക്കാട്ടി. പക്ഷേ ആ ഫയലുകളെല്ലാം മുങ്ങിപ്പോയി. കാരണം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരാകുമ്പോൾ അവർക്ക് അങ്ങനെ സംവിധമായിട്ടുള്ള സ്വാധീനം ഉണ്ടാവും, ശക്തി ഉണ്ടാവും, അവരെ സംരക്ഷിക്കാനായിട്ട് ഉന്നത പോലീസുകാരുണ്ടാവും. അങ്ങനെ ADGPയുടെ തലത്തിലുള്ള ചില ഉദ്യോഗസ്ഥന്മാർ തന്നെ ആ ഫയൽ മുക്കി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഏതായാലും ശരി, ആ ഉദ്യോഗസ്ഥരിൽ ചിലരെങ്കിലും ഒരു പക്ഷേ അധികം വൈകാതെ ജോലിയിൽ നിന്ന് അടുത്തോളം പറ്റി പിരിയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവരെ സർവീസ് നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അത്ര കൃത്യമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. പക്ഷെ എന്നാലും അവരുടെ സേവനം സത്യത്തിൽ ഈ നാടിന് ആവശ്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത്രയേറെ ഉത്സാഹശാലികളായ, ഇത്രയേറെ കമ്മിറ്റ്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഇപ്പോൾ സർക്കാരിന് അത്തരക്കാരെ കൊണ്ട് വലിയ ആവശ്യമില്ല. കാരണം മുഖ്യമന്ത്രി ആ തരത്തിലുള്ള ഒരു വലിയ അത്യുത്സാഹിയായ ആളല്ല. അദ്ദേഹം ഉമ്മൻചാണ്ടിയെ പോലെ നയതന്ത്രജ്ഞനായ ഒരാളാണ് പുതിയ മുഖ്യമന്ത്രി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ അധികമൊന്നും സർവീസിലെടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ അവർ മറ്റു വഴികൾ തേടണം. എവിടെയാണ് ഇപ്പോൾ അവർക്ക് പറ്റിയ തൊഴിൽ സാധ്യതയുള്ളത് എന്ന് ആലോചിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനും ഇരിക്കുന്ന പാർട്ടിയിൽ തന്നെയാണ് ഇന്ന് അവരുടെ സേവനം ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ ജില്ലകളിൽ വിവിധ കമ്മിറ്റികൾ നിരന്തരമായിട്ട് ഇപ്പോൾ സമ്മേളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കമ്മിറ്റികളിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ കോൺഗ്രസ് പാർട്ടിയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. കാരണം പണ്ട് കോൺഗ്രസ് പാർട്ടിയാണ് ഇങ്ങനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തമ്മിലടിച്ച് ഗംഭീരമായിട്ട് പരസ്പരം മുണ്ടൂരി എന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് ആ തരത്തിലാണ് CPMൻ്റെ വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്ര ഭീകരമായിട്ടുള്ള വർത്തമാനങ്ങളാണ് അവിടുന്ന് കേൾക്കുന്നത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണം എന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പറയുന്നു. വിവിധ കമ്മിറ്റികളിൽ നേതാക്കന്മാർ കാക്കാശിന് കൊള്ളില്ല എന്ന് താഴെ കമ്മിറ്റിക്കാർ പറയുന്നു. താഴെ കമ്മിറ്റിക്കാർ കൊള്ളില്ല, നിങ്ങൾ എന്ത് പണിയെടുത്തു എന്ന് മേൽ കമ്മിറ്റികൾ ചോദിക്കുന്നു. മേൽ കമ്മിറ്റികളിൽ നേതാക്കളെ വിമർശിക്കലല്ല, താഴെയുള്ള ആളുകൾ നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് എവിടെ തെറ്റുപറ്റി എന്ന് എഴുതി കൊടുക്കലാണ് പ്രധാനം എന്ന് പറഞ്ഞ് 35 പേജുള്ള 35 ചോദ്യങ്ങളുള്ള ചോദ്യാവലി നൽകുന്നു. ഇങ്ങനെ ആകെ മൊത്തം കുഴാമഴയമായിട്ട് ഒരു കുഴമാന്തരം പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ CPM ഉള്ളത്. അപ്പം അതിനകത്ത് പല നേതാക്കളെക്കുറിച്ചും പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും കരഞ്ഞു പോകും. MV ഗോവിന്ദനെ കുറിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു കോമാളിയെ പോലെയാണ് പെരുമാറുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ പോലും അങ്ങനെ ചോദിച്ചു എന്നിപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം ഒരു കാരണവശാലും ഇനി പ്രതിപക്ഷ നേതാവായിട്ട് പോലും നിൽക്കരുത്, MLA സ്ഥാനം രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം എന്ന് ചില കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് അദ്ദേഹം പെട്ടി പിടിച്ചിട്ട് സെക്രട്ടറി ആയ ആളാണ്, സെക്രട്ടറി ആവാൻ ഒരു യോഗ്യതയുമില്ല, അദ്ദേഹം അമുൽ ബേബിയാണ് എന്ന് വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന മിക്കവാറും എല്ലാ നേതാക്കളെ പറ്റിയും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പല നേതാക്കളെ പറ്റിയും വളരെ കടുത്ത വിമർശനങ്ങളാണ്. എറണാകുളത്ത് ജില്ലയിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, മന്ത്രിയായിരുന്നു P. രാജീവ്. അദ്ദേഹം ഏകാധിപത്യപരമായിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഫലമാണ് എറണാകുളത്തുണ്ടായ കനത്ത പരാജയം എന്ന് അവിടെ വിലയിരുത്തിയിരുന്നു.
അങ്ങനെ എല്ലാ ജില്ലകളിലും ഇതാണ് സ്ഥിതി. കോഴിക്കോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്ന വോട്ടൊക്കെ ബി ജെ പിയിലേക്ക് പോയി എന്ന് കോഴിക്കോട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെയാണ് പറയുന്നത്. ഈ തോട്ടത്തിൽ രവീന്ദ്രൻ്റെ ഈ വോട്ടുകളൊക്കെ എങ്ങനെ ബി ജെ പി പോയി എന്ന് അദ്ദേഹമല്ലേ പറയേണ്ടത്. അദ്ദേഹത്തിൻ്റെ വീട്ടിന് ചുറ്റിൽ ഇരിക്കുന്ന ആളുകൾ ബി ജെ പിക്ക് പോയി വോട്ട് ചെയ്തെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്ന് മേൽ കമ്മിറ്റിയോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? സ്വന്തമായിട്ട് തന്നെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതല്ലേ. അപ്പോൾ ഈ തരത്തിൽ നോക്കിയാൽ സി പി എമ്മിൽ നിന്ന് യഥാർത്ഥത്തിൽ വലിയ ഒരു എന്താ പറയുക സംഘർഷത്തിൻ്റെ അന്തരീക്ഷമാണ്. അത് ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി വരെയുള്ള വിവിധ കമ്മിറ്റികളിൽ അത്തരത്തിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഈ സംഘർഷങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ആഭ്യന്തരമായിട്ടുള്ള ഒരു ഒരു തമ്മിലടിയുടെ ശാരീരികമായി തന്നെ ഏറ്റുമുട്ടലുകളുടെ തലത്തിലേക്ക് വന്നുകൂടായികയില്ല. കാരണം പാർട്ടിയെ വിമർശിക്കുന്ന ആളുകൾ, പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകളോട് നടത്തുന്ന കൈകാര്യം ചെയ്യുന്ന രീതി, അത് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനായാലും ശരി, മറ്റ് നേതാക്കളായാലും ശരി, അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ വീടിൻ്റെ മതിലുകൾ പൊളിക്കുക, അവരുടെ വീട്ടിന് മുമ്പിൽ ബോംബെറിയുക, അവരുടെ കുട്ടികളെ പേടിപ്പിക്കുക, ഇങ്ങനെ പല പരിപാടികളും ചെയ്യുന്നുണ്ട്. ഇതിന് അടുത്ത ഘട്ടം യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഭ്യന്തര ചർച്ചകൾ ഈ തരത്തിലുള്ള ആഭ്യന്തര സംഘർഷത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നീങ്ങാൻ അധികം വൈകാനിടയില്ല എന്നാണ് തോന്നുന്നത്. കാരണം സി പി എമ്മിനകത്ത് അത്ര വലിയൊരു പൊട്ടിത്തെറിയുടെ അന്തരീക്ഷമാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ ഇന്ന് നടക്കുന്ന ചർച്ചകളുടെ സ്വഭാവം യഥാർത്ഥത്തിൽ ഗൗരവമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. പാർട്ടിയിൽ തമ്മിലടിക്കുന്ന, പാർട്ടിയിൽ പരസ്പര വിശ്വാസമില്ലാത്ത അണികളും നേതാക്കളുമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ആളുകൾ പരസ്പരം കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തും. ആ സമയത്താണ് തീർച്ചയായും മുഖ്യമന്ത്രി ജീവൻ രക്ഷാ പ്രവർത്തകർ എന്ന് വിശേഷിപ്പിച്ച ഈ ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യം വരുന്നത്. അവർക്ക് നാട്ടിൽ മാത്രമല്ല പാർട്ടിയിലും സേവനമനുഷ്ഠിക്കാൻ കഴിയും. പാർട്ടിയിൽ ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ വരുമ്പോൾ, യോഗങ്ങൾ വരുമ്പോൾ അവർ സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് ആവശ്യമുള്ള ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് തലമണ്ടയ്ക്ക് വീക്കൽ പാസ്സാക്കി കൊടുത്താൽ മാത്രമേ പാർട്ടിക്കകത്ത് ഒരു സമാധാനപരമായ അന്തരീക്ഷം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പിണറായി വിജയനെ സേവിച്ച ആൾ എം വി ഗോവിന്ദനെയും സേവിക്കുന്നത് ഒരു വളരെ നല്ല കാര്യമായിരിക്കും. കേരള സർക്കാർ അവരുടെ സേവനം ഇന്ന് സി പി എമ്മിന് വിട്ടുകൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് ഇപ്പോൾ തോന്നുന്നത്.